Hello guys, welcome back to my YouTube channel. സോ ഗൈസ്, നമുക്ക് നമ്മുടെ മേക്കപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസീലറാണ്. ഞാൻ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് മേക്കപ്പ് ഓൾറെഡി മുന്നിട്ടിട്ടുണ്ടാകും, ബട്ട് സ്റ്റിൽ എന്നാലും ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ കൺസീലറാണ്. ഞാൻ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കാം കേട്ടോ. കൺസീലർ നമുക്ക് സ്പോട്ട് എവിടെയൊക്കെയുള്ളത് അവിടെയൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് ഹൈഡ് ചെയ്യേണ്ട പോർഷൻസ് എല്ലാം ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഫ്ലോലെസ് മേക്കപ്പ് തന്നെ ഉദ്ദേശിക്കുന്നത്, ഒരു നാച്ചുറൽ മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെയാണ് കേട്ടോ മിറർ. ഓക്കെ, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യണപ്പോൾ ഇങ്ങനെ ഉരക്കരുത്. ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ. ഞാൻ ഐബ്രോ പെൻസിൽ എടുക്കാൻ മറന്നിട്ടുണ്ടോ? കാണുന്നില്ല, എടുക്കാൻ മറന്നുണ്ടാവും. ഓക്കെ, ഐബ്രോ പെൻസിൽ ഇല്ലാത്തത് കാരണം ഞാൻ ഐബ്രോ ഒന്നും എഴുതുന്നില്ല. ഇത് വെരി സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യാനും അറിയില്ല, ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനറിയുള്ളൂ. കണ്ണെഴുതാം. ഇതേപോലെ ഞാൻ അപ്പുറത്തും വരണം, അതൊരിക്കലും വരില്ല. ഓക്കെ, കണ്ണെഴുതിയിട്ടുണ്ട് നമ്മൾ. കണ്ട് ഏകദേശം ഒപ്പായി ഇറക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലഷ് ഇടാം. ബ്ലഷ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലഷ് ഓരോരുത്തരെ വേണ്ടതനുസരിച്ചിട്ടാൽ മതി. എനിക്ക് ബ്ലഷ് നല്ല ഇഷ്ടമാണ്, ഇടാൻ ചോദിക്കുന്നു. അത് കാരണമാണ് ഞാൻ ഇത്ര തോനെ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര ഇട്ടാൽ മതി. വേണ്ട. ഓക്കെ, നമ്മളിങ്ങനെ മേലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ റോസാപ്പൂ പോലെ ചോദിട്ടില്ലേ, ക്ലീനർ ഉപയോഗിക്കാം. ഞാൻ മിസ് ക്ലാറിൻ്റെ ലിപ് ക്ലീനർ കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ലിപ് ബാം ഇട്ടത് അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യാം. ഞാൻ ഓവർലൈൻ ചെയ്യലില്ല, ജസ്റ്റ് നമ്മുടെ ലിപ്പിൻ്റെ ഷേപ്പിൽ തന്നെ ലൈൻ ചെയ്യല്. സ്വിസ് ബ്യൂട്ടിൻ്റെ നേക്കഡ് ബ്രൗൺ എന്നുള്ള ഷെയ്ഡാണ്. നമുക്ക് ഇട്ട് നോക്കാം. വളരെ കുറച്ചിട്ടാൽ മതി. ഭയങ്കര ഒരു ഇതിൻ്റെ മേലെ നമുക്ക് ലിപ് ഗ്ലോസ് ഇടാം. എന്നിട്ട് നോക്കാൻ കണ്ടെന്ന് ഇത്രയും ഡാർക്ക് ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ന്യൂഡാക്കാം. പക്ഷെ എനിക്ക് ന്യൂഡ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡ്രസ്സ് അനുസരിച്ചിട്ട് ഇത് മാച്ചല്ല, നമുക്ക് മായ്ച്ച് കളയാം. ഇത് ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു, പക്ഷെ ഓർമ്മ ഉണ്ടാക്കിയ കുഴപ്പമില്ലാത്ത ഇങ്ങനെ പ്രൈമർ പ്ലസ് ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഞാൻ കുറച്ചെടുത്തിട്ട്
കയ്യിലാക്കുന്നു. വളരെ കുറച്ച് മതി. ലിപ്സ്റ്റിക്ക് ഭയങ്കര ഓവറാണോ പ്ലീസ്? ഇങ്ങനെ ആക്കിയിട്ട് മേഡം അങ്ങനെ ഗ്ലോ ആക്കി കൊടുക്കുന്നു. ഒരു ഗ്ലോ, ഒരു ഇന്നർ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം. ഞാൻ അതിടാൻ മറന്നുപോയി, ഇപ്പോഴാണ് പറഞ്ഞത്. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. മസ്കാര ഇട്ടില്ല, സെഫോറിൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ മസ്കാര അടിപൊളി. ഞാൻ ഇപ്പോൾ ഡിഫറൻസ് കാണിച്ചു തരാം. ഇതിട്ട് ഭയങ്കര കണ്ണിങ്ങനെ വിടർന്ന് നിൽക്കും. കുറച്ച് ന്യൂഡ് ഷെയ്ഡാണ് നല്ലത് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തുടച്ച് കളഞ്ഞു. നമുക്ക് ലിപ്സ്റ്റിക്ക് മാറ്റി നോക്കാം. കുറച്ചൊന്നെ ഡാബ് ചെയ്തു. ഇതല്ലേ ഒന്നുകൂടെ നല്ലത്. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഗ്ലോസ് ഇടാം. ഇതാണ് തോന്നുന്നത് നല്ലതല്ലേ? ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇതൊരു ഡ്യൂവി ലുക്കാണ് കേട്ടോ. ഭയങ്കര ഓയിലി പോലെ തോന്നുന്നില്ലേ? എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. മാറ്റിനേക്കാൾ ഗ്ലോസി ഡ്യൂയി. ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം.